വയലൻസ് പ്രതീക്ഷിച്ചതിന്റെ അത്ര ഒന്നും ഇല്ല. ഇത്രയൊക്കെ ഇതൊന്നും ഹൈപ്പേറ്റന്റെ അത്ര വയലൻസ് ഒന്നും ഇല്ലായിരുന്നു. അടിപൊളി പടം, ആരും വന്ന് കാണരുത്. ഇനി കാണാൻ വേറെ സിനിമ ഒന്നും ഇല്ല, വേറെ ഒന്നും ഇതുപോലെ അത്ര വരൂല. ഇനി ആര് ചെയ്താലും ഇതിന്റെ അത്ര ഒന്നും വരൂല. നല്ല പടമായിരുന്നു. ഫുൾ വയലൻസാ, പക്ഷെ കൊള്ളായിരുന്നു. കണ്ടിരിക്കാൻ പറ്റിയെന്നോ? അത് എപ്പോഴെങ്കിലും കണ്ണ് ഇല്ലില്ല, എങ്ങനെയുണ്ട്? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? മലയാളത്തിൽ ആദ്യമായിട്ടാണ് വയലൻസ്? മലയാളത്തിൽ ആദ്യമായിട്ടാണ്, ബട്ട് ഓക്കെ, നമ്മൾ ഇതിനെങ്ങോട്ടേക്ക് വലുത് കണ്ടിരിക്കുന്നത് അങ്ങനെയല്ല, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ്. കൊള്ളായിരുന്നു. പക്ഷെ ഉണ്ണിമുതൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു മോഡല് കാണുന്നത്. കൊള്ളായിരുന്നു. വില്ലനായിരുന്നു ഇത്തിരി കൂടെ ഹൈപ്പ് കയറിയ. പക്ഷെ പക്ഷെ വയലൻസ് പ്രതീക്ഷിച്ചതിന്റെ അത്ര ഒന്നും ഇല്ല. ഇത്രയൊക്കെ ഇതൊന്നും ഹൈപ്പേറ്റന്റെ അത്ര വയലൻസ് ഒന്നും ഇല്ലായിരുന്നു. കുറച്ചുകൂടെ ആണായിരുന്നു. നമ്മള് കണ്ട വെച്ച് നോക്കുമ്പോ വയലൻസ് അത്രയൊക്കെ. മലയാളത്തിൽ ഇത് ആദ്യം. വയലൻസ് കൊള്ളാം, നല്ല, അതെ, നല്ല വയലൻസാ. ഇല്ലില്ല, ഗംഭീര പടം. ഇത്രയും വയലൻസ് ഉള്ള ഒരു സിനിമ ഇന്ത്യയിൽ ഉണ്ടായിട്ട് സംശയം. പക്ഷെ ഗംഭീര പടം, ഗംഭീര പെർഫോമൻസ്. എല്ലാവരും ഗംഭീര പെർഫോമൻസ്, സൂപ്പർ. അടിപൊളി പടം, ആരും വന്ന് കാണരുത്. കണ്ട പറ്റല്ല. അയ്യോ, എന്തൊരു ചോര കളിയല്ലേ. ഫുൾ സീനാണ്. ഉണ്ണിമൂന്നന്റെ ലുക്സ് ഒക്കെ കൊള്ളായിരുന്നു. പിന്നെ കുറച്ചുകൂടെയൊക്കെ കഥ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഇത് ഫുള്ള് വെട്ടും കുത്തും, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. മലയാളികളുടെ ഒരു വയലൻസ് പടം ഇത്രയ്ക്ക് വയലൻസ് ആയിട്ടുള്ള വേറെ പടം ഇല്ലല്ലോ. ഇത് അങ്ങനെ ഒരു രീതിയിൽ നോക്കുമ്പോൾ കൊള്ളാം. അടിപൊളിയാ. ഇഷ്ടമായിട്ട് ഫുള്ള് വയലൻസ് കണ്ണു മത്തിയാ, ഫുള്ള് രക്ഷയില്ല. അടിപൊളി പടം, വേറെ ലെവലായിരുന്നു വയലൻസ്. ട്രെയിലർ ഉള്ളത് തന്നെ അടിപൊളിയാണ്. സൂപ്പർ, നല്ല പടം, നല്ല പടം. പെർഫോമൻസ് അടിപൊളി, നല്ല സ്ക്രീൻ. ഉണ്ണിമൂന്തൻ, ജഗദീഷൊക്കെ ഓക്കെ, വില്ലൻ ഓക്കെ. വില്ലൻ വേറെ ലെവൽ. അയ്യോ, ആക്ഷൻ മൂവിയാണ്, എ റേറ്റഡ് മൂവിയാണ്. അത് പ്രതീക്ഷിച്ച് വന്നാൽ മതി. വയലൻസ് നല്ല വയലൻസ് ആണ്. നിറയെ സീൻസ് ഒക്കെ ഭയങ്കര വയലൻസ് ആയിരുന്നു. ഇടയ്ക്ക് ഞെട്ടുന്ന സീൻസ് ഒക്കെ നിറയെ കൊള്ളായിരുന്നു. നല്ല വയലൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയാണ്, ഭയങ്കര വയലൻസ് ആണ്. കാണാൻ പറ്റാത്ത രീതിയിലുള്ള വയലൻസ് ആണ്, ഭയങ്കര വയലൻസ് ആണ്. പ്രത്യേകിച്ച് മറ്റേ അഭിമന്യു തിലകന്റെ അഭിനയം നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ജഗദീഷിന്റെ അഭിനയവും നല്ല അടിപൊളിയായിട്ടുണ്ട്. ബിജിഎം ഒരു രക്ഷയില്ല, ബിജിഎം നല്ല അടിപൊളി ബിജിഎം. കൊള്ളാം ബ്രോ, ഇഷ്ടപ്പെട്ടു. ഇവൻ പറഞ്ഞ വയലൻസ് നല്ല വയലൻസ് ഉണ്ട്, ബ്രൂട്ടലാണ്. എന്ന് വെച്ചാൽ ഈ വീട്ടുകാരും കൊണ്ടുവരും, ഫാമിലി മൂവി അല്ല, ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ കൊള്ളാം. എന്നാലും മാസ നല്ല വയലൻസ് ഒരു പടം. കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും വയലൻസ് നല്ല വയലൻസ് ആണ്. കലിപ്പ് സിനിമ അവര് പറഞ്ഞ പോലെ തന്നെ, വേറെ എന്താണോ അവര് പറഞ്ഞത് തന്നെ. മലയാളത്തില് പുതിയൊരു എക്സ്പീരിയൻസ് നമുക്ക് കന്നഡ സിനിമയിലെ കാണുമ്പോഴും ആ ഒരു ഇതില്ല. അതേപോലെ തന്നെ അവര് നമ്മളെ ഈ ഫിലിം ലോജിക്ക് അതൊക്കെ നോക്കിയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല. ബട്ട് ബ്രൂട്ടൽ എന്ന് പറഞ്ഞ് വന്ന് കണ്ട കലിപ്പ് സിനിമ എന്ന് പറഞ്ഞിട്ട് എൻജോയ് ചെയ്യാം. അടിപൊളിയായിരുന്നു. വയലൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വയലൻസ് ആയിരുന്നു, വേറെ ലെവലായിരുന്നു. അത്രയ്ക്ക് നല്ല മൂവിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വയലൻസിന്റെ മാസ് പടമായിരുന്നു. അത്യാവശ്യം മാസും വയലൻസും ഒക്കെ ഉള്ള ഒരു പടം. ഒന്നും പറയാനില്ല. മാസ് എന്ന് വെച്ചാൽ അങ്ങറ്റം, വയലൻസിന് സെറ്റ്, ഇന്ത്യൻ ജോൺ വിക്ക്. കൊള്ളാണ്, നൈസ് പടം. വയലൻസ് തന്നെ, മൊത്തം വയലൻസ്, ചോരക്കളി മാത്രം. അല്ല, പെൺപിള്ളേരെ ഒക്കെ കൊണ്ടുവന്ന് കാണുന്നത് വിഷയമാണ്, കുട്ടികൾക്കൊന്നും പറ്റൂല. ബെഞ്ച് മാർക്ക് മൂവിയാണ്. വയലൻസ് സെക്കൻഡ് ഹാഫ് ആണ്. നായകന്റെ കാട്ടിയും വില്ലന്റെ വയലൻസ് ആണ്. അപ്പൊ ഒരു ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. ഇതിനുള്ളതുണ്ട് ഓരോ ആൾക്കാരുടെ എന്താ പറയാ, എങ്ങനെ എടുക്കണമെന്നുള്ളതാണ്. മലയാളികൾക്ക് പൊതുവെ കുറവായിരിക്കും, നമ്മൾ വ്യൂയിങ് എക്സ്പീരിയൻസ് പോലെ ഇരിക്കും. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തുടക്കത്തില് ഫസ്റ്റ് ഹാഫിൽ കുറെ സീൻസ് ഒക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. പക്ഷെ സെക്കൻഡ് ഹാഫിലെ ഒരു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഉള്ള കുറെ ബ്രൂട്ടൽ കുറെ സംഭവങ്ങള് കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ടതില് അടിപൊളി സിനിമ ഇത് തന്നെ. അവൻ വായൊക്കെ കീറുന്നത് ഒന്നും പറയാനില്ല. ഇനി കാണാൻ വേറെ സിനിമ ഒന്നും ഇല്ല, വേറെ ഒന്നും ഇതുപോലെ അത്ര വരൂല. ഇനി ആര് ചെയ്താലും ഇതിന്റെ അത്ര ഒന്നും വരൂല. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഭയങ്കര ബ്രൂട്ടൽ മൂവിയാണ്. ആണ്, കുറച്ച് പേടിക്കാനായിട്ട്. അടിപൊളിയായിരുന്നു. വയലൻസ് ഒക്കെ ഒന്നും ഒരു രക്ഷയില്ല, നല്ല ചോര ഇങ്ങനെ തെറിക്കുക ആ അവസ്ഥയാണ്. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പിന്നെ ഇതുപോലത്തെ പയ്യന്മാർക്ക് മാത്രമേ പടം കാണാൻ ഒരിതുള്ളൂ, അല്ലാതെ ഫാമിലി ഓഡിയൻസിന് കാണുന്നത് പാടായിരിക്കും. മൂന്നിന് അടിപൊളിയായിരുന്നു. ശരി, ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ വന്നാൽ മോസ്റ്റ് വയലന്റ് മൂവി തന്നെ. അതെ,
അടിപൊളിയാണ് ഈ ഇടക്കാലങ്ങളിൽ ഏറ്റവും നല്ല പടമാണ്.